കാസർഗോഡ് കയ്യാറിൽ വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 5 പവനോളം സ്വർണം കവർന്നു. പാലക്കാട് സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിലാണ് കവർച്ച ഉണ്ടായത്. വീട്ടുകാർ പുറത്തുപോയ സമയത്തിന്റെ ഇടവേളയിൽ, അതായത് ആ 1 മണിക്കൂറത്തെ ഇടവേളയിലായിരുന്നു ഈ സംഭവം നടന്നത്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇത് വീട്ടുകാർ പുറത്തു പോകുന്നു, കൃത്യ 1 മണിക്കൂറിന്റെ ഇടവേളയിൽ നടന്ന കവർച്ച. 5 പവൻ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ? വീടുമായി ബന്ധമുള്ളവർ, വീടുമായി അടുപ്പമുള്ളവരാണോ മോഷണത്തിന് പിന്നിൽ? പോലീസിന്റെ ഒരു നിഗമനം എന്താണ്? ടോമ, ഇതിൽ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സ്വർണം ഇപ്പോൾ ഇവരുടെ വീട്ടുപറമ്പിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് രാവിലെ തന്നെ ഇത് മഞ്ചേശ്വരം പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും ഒക്കെ എത്തി പരിശോധന നടത്തുന്നതിനിടയിൽ ഈ കവർച്ച ചെയ്ത 5 പവൻ സ്വർണം ഇവരുടെ വീടിന് സമീപത്ത് പറമ്പിൽ നിന്നും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന ഒരു വിവരമുണ്ട്. പക്ഷെ ഇത് ആരാണ് ഈ മോഷ്ടാവ്, ഈ പ്രതികൾ ആരാണെന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ ചില സംശയങ്ങളൊക്കെ പോലീസിന് ഉയരുന്നുണ്ട്. ഏതായാലും പോലീസ് ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് കയ്യാറിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇവർ ഒരു പള്ളിയിൽ ഒരു ചടങ്ങിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് ടോം സൂചിപ്പിച്ച പോലെ തന്നെ 1 മണിക്കൂർ ഇടവേളയിലാണ് ഈ കവർച്ച നടന്നത്. അതായത് 7 മണിക്കും 8 മണിക്കും ഇടയിൽ ഇന്നലെ രാത്രി ആണ് ഈ കവർച്ച നടക്കുന്നത്. ഇയാൾ ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ആളാണ് യൂസഫ്. ഇയാളുടെ ഭാര്യ മൈമൂനിയും അതുപോലെ തന്നെ മക്കളും ആണ് ഈ ഒരു ചടങ്ങിന് പോയ സമയത്തായിരുന്നു ഈ സംഭവം. ഇതിന്റെ അലമാരയിൽ ഉണ്ടായിരുന്ന സ്വർണമാണ് ഇത്തരത്തിൽ കവർച്ച ചെയ്തത്. വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ട നിലയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ സംശയമുണ്ട് ഇതിൽ എന്താണ് ഒരു വസ്തുത എന്ന കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ രാവിലെ തന്നെ വിരലടയാള വിദഗ്ധരൊക്കെ എത്തിയിരുന്നു. അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും എത്തിയിരുന്നു. അങ്ങനെ വ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് പറമ്പിൽ നിന്നും സ്വർണം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെയൊക്കെ നമ്മൾ നിരന്തരം ഈ കവർച്ച റിപ്പോർട്ട് ചെയ്ത ഒരു പ്രദേശം കൂടിയാണ് ഈ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കയ്യാർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ തുടർച്ചയായ ദിവസങ്ങളിൽ വീട്ടിൽ ഇങ്ങനെ വീട് കുത്തി തുറന്നുള്ള മോഷണം ഉണ്ടായിരുന്നു. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഈ സ്ഥലമൊക്കെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും അന്തർ സംസ്ഥാന മോഷ്ടാക്കളാകാമെന്നൊക്കെ ഒരു സംശയം പോലീസിന് രാവിലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വീട്ടുപറമ്പിൽ നിന്ന് തന്നെ സ്വർണം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് പോലീസ് ആ അന്വേഷണം അത്തരത്തിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. വീടുമായി അടുത്ത ബന്ധമുള്ള ആളുകളായിരിക്കാം ഈ ഒരു കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറയുന്നുണ്ട്. അത് ഏത് രീതിയിലുള്ള ആളുകൾ എന്നതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്നും വന്ന ഒരാളാകാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ CCTV ദൃശ്യങ്ങളിൽ ഉണ്ടാകും. അതും പോലീസ് തള്ളിക്കളയുന്നില്ല, അത് പരിശോധിക്കുന്നുണ്ട്. കാരണം നേരത്തെ നടന്ന വലിയ കവർച്ച 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തതും ഇതിന് സമീപത്ത് മാസങ്ങൾക്ക് മുൻപാണ്. നിരന്തരമായി കവർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല കേസുകളിലും പ്രതികളെ പിടികൂടാൻ കഴിയാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യവുമാണ്. അത്തരത്തിലാകാമെന്നാണ് സാധ്യം. ബൈജു, എന്തായാലും ഇവരുടെ സ്വർണം തിരിച്ചു കിട്ടിയത് ആശ്വാസകരമാണ്. പക്ഷേ കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു ഈ പ്രദേശത്ത്. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. കാരണം പകലും രാത്രിയും പോലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം. പ്രത്യേകിച്ച് സ്വർണത്തിന് വലിയ രീതിയിൽ വില കുതിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരല്പം സ്വർണം നഷ്ടപ്പെട്ടാൽ പോലും ഓരോ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും അത് വലിയ നഷ്ടമാണ്. ഇവിടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് നോക്കുകുത്തിയാകുന്ന കാഴ്ചയാണോ? കാരണം ഇത്രയധികം കവർച്ചാ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും പല കേസുകളിലും പ്രതികൾ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ. ടോമെ, അത് നമ്മൾ തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം പല കേസുകളിലും മോഷ്ടാക്കളെ കണ്ടെത്താത്ത സാഹചര്യമുണ്ട്. അത് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്, ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളാണ് പ്രത്യേകിച്ച്. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറക്കുക, അതോടൊപ്പം ഇത്തരത്തിൽ ആളുകളില്ലാത്ത വീടുകൾ കൃത്യമായി തിരിഞ്ഞ് കവർച്ച നടത്തുക. അത് വിദഗ്ധമായ രീതിയിലുള്ള മോഷ്ടാക്കൾ തന്നെ ഇങ്ങനെ എത്തുന്ന സാഹചര്യമുണ്ട്. 1-2 കേസുകളിൽ മോഷ്ടാക്കളെ പിടികൂടിയെന്ന് വെച്ചാൽ കൂടുതൽ കേസുകളിലും ഈ മോഷ്ടാക്കളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പോലീസ് തുടക്കത്തിലൊരു പരിശോധനയൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് അതിലൊരു മന്ദഗതി സാധാരണ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ വലിയ സംശയം പോലീസിനുണ്ട്. ഈ വീടുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അടുപ്പമുള്ള ആളുകളായിരിക്കാം ഇങ്ങനെ സ്വർണം ഇത് മോഷ്ടിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. കാരണം ഇവരുടെ വീട്ടുപറമ്പിൽ നിന്ന് തന്നെ ഈ സ്വർണം തിരിച്ചു കിട്ടുന്ന സാഹചര്യം കൂടി ഉണ്ടായതോടുകൂടിയാണ് അങ്ങനെ ഒരു സംശയം ബലപ്പെടുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കേസായി ഇത് മാറും.
കാരണം CCTV ദൃശ്യങ്ങളിലൊന്നും അങ്ങനെയാണെങ്കിൽ ഈ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിയാൻ സാധ്യതയില്ല. എങ്കിലും അത് സാധ്യത പോലീസ് തേടുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഈ തുടർച്ചയായ കവർച്ച ഉണ്ടാവുന്നത് കൊണ്ടാണ് പോലീസ് ഇത് വളരെ ഗൗരവത്തിലെടുക്കുകയും ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും ഒക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണം അത് വലിയ വില, അത് മാത്രമല്ല അത് സൂക്ഷിച്ചു വെക്കണമെന്ന ഒരു കാര്യം അത് പലപ്പോഴും ആളുകൾ അലക്ഷ്യമായി അല്ലെങ്കിൽ വീട്ടിൽ സുരക്ഷിതമല്ലാതെ വെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഈ അടുത്താണ് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത് ഇതേ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. അങ്ങനെ നിരന്തരം കവർച്ച നടക്കുമ്പോഴും ഒരു ശ്രദ്ധക്കുറവ്, ഒരു ജാഗ്രത കുറവ് ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പോലീസ് അത് പറയുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ വലിയ സംശയങ്ങളുണ്ട്. ഏതായാലും ചില സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അന്വേഷണ ഘട്ടത്തിലായതുകൊണ്ട് പോലീസ് ഇപ്പോൾ അത് പങ്കുവെക്കുന്നില്ല. ഏതായാലും വളരെ അടുപ്പമുള്ള ഈ വീടുമായി വളരെ അടുപ്പമുള്ള ആളുകൾ തന്നെയാകാം ഈ ഒരു സ്വർണം മോഷ്ടിച്ചത്. അല്ലാതെ പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും പ്രൊഫഷണൽ സംഘങ്ങളായിരിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൃത്യമായി ഇതിൽ സ്വർണം ഈ വീട്ടിലുണ്ട്, ആളില്ലാത്ത വീടാണെന്ന് അറിഞ്ഞ് അത്രത്തോളം അടുപ്പമുള്ള ആളുകളായിരിക്കാം. പക്ഷെ ഇതെങ്ങനെ ഈ പറമ്പിൽ നിന്ന് തന്നെ ഇത് കിട്ടുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഒരു പക്ഷേ വിപുലമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് രാവിലെ ഈ ഒരു മോഷണ വിവരം അറിഞ്ഞതിന് ശേഷം അത്രത്തോളം പോലീസ് സംഘം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിരന്തരം കവർച്ചയുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് അങ്ങനെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ചിലപ്പം ഇത് ഉപേക്ഷിച്ചതാകാമോ എന്നൊരു സംശയവുമുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം ഇപ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുപ്പമുള്ള ആളുകളും അതോടൊപ്പം പുറത്തുനിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ടോ എന്നതും പോലീസ് ഇതിൽ വിശദമായി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ചില സൂചനകൾ വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർകോട്ടെ കവർച്ചാ കേസിൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.